ഉർവശി ചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് ഇപ്പോൾ ആ വലിയ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് ലാലേട്ടനെ തേടിയെത്തിയത്. അയ്യോ സന്തോഷം, ഇത് ഈ നൂറ്റാണ്ടിൽ കേട്ട ഏറ്റവും വലിയ സന്തോഷം. കുട്ടിയേട്ടന് JC ഡാനിയൽ അവാർഡ് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം, അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം, ഇപ്പോ നമ്മുടെ മഹാനടന് കിട്ടിയ ഈ സന്തോഷം എനിക്ക് എന്താ പറയുന്നത്, അത് വൈകിയെത്തിയെന്ന് ഞാൻ പറയില്ല, അങ്ങനെ ഒരു വാക്ക് പറയില്ല. കാരണം എത്രയോ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ ഇനിയും കാത്തിരിക്കുന്നു. ഒത്തിരി സന്തോഷം. അദ്ദേഹം കേണലായിട്ട് ഒരു പദവി അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും എന്റെ മനസ്സമായ ഒരു അഭിമാനമായിരുന്നു. ഇപ്പൊ ഈ ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും അതെ. ശരിക്കും ചേച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സന്തോഷം കൂടുകയാണ്. ഇത്രയും സന്തോഷത്തോടു കൂടി പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പല സിനിമകളും മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു തലത്തിൽ ഒരു അതെ പറയൂ. എനിക്കും അത് തന്നെയാണ്. കാരണം നമ്മൾ അത്ര നിസ്സാരമായിട്ടൊന്നുമല്ല, അതിന്റെ വാല്യൂ അറിയാതെയും എന്താ പറയുക, സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അല്ലെങ്കിൽ എന്നോട് വാത്സല്യത്തോടെയും ഒക്കെ പെരുമാറിയിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒപ്പം ഒരു മഹാനടനാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഇത്രയും മൂല്യമുള്ള പുരസ്കാരങ്ങൾ നേടാൻ അർഹനാണെന്നൊക്കെ അറിയുമ്പോൾ ആ നിമിഷങ്ങളൊക്കെ നമ്മൾ എന്റെ ജീവിതത്തിൽ വിലയേറിയ നിമിഷങ്ങളാവുകയല്ലേ. അതിന്റെ ഒരു സന്തോഷമാണ്. ശരിയാണ്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും പല സിനിമകളും ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ അതെ, പ്രണയത്തോടു കൂടിയായാലും സങ്കടത്തോടു കൂടിയായാലും ഭരതമൊക്കെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു എത്ര കഥാപാത്രങ്ങൾ നമ്മൾക്ക് നൽകിയിരിക്കുന്നു അല്ലേ. സന്തോഷം. ഭരതമായാലും മിഥുനമായാലും എന്താ പറയുക, അദ്ദേഹത്തോടൊപ്പമുള്ള സിനിമകളെല്ലാം ഇന്നത്തെ കാലത്ത് സ്ഫടികം എത്ര സിനിമകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. നിങ്ങൾ ഈ ജനറേഷനിലുള്ളവർ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് ഞാനൊക്കെ അത് ഇത്രയും വിലയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ ഇനി ഉടനെ തന്നെ വിളിക്കുമായിരിക്കും അല്ലേ, ആ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ എന്റെ ഫോൺ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊന്നും ഞാൻ എടുത്ത് നോക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഷൂട്ട് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറിയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ആദ്യമായിട്ട് മാതൃഭൂമിയാണ് ഈ സന്തോഷ വാർത്ത എന്നെ അറിയിക്കുന്നത്. അതിന് മാതൃഭൂമിയോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട് സത്യത്തിൽ. ഇതിപ്പോൾ അത്ഭുതം എന്ന് കൂടി പറയണം ചേച്ചി. കാരണം നേരത്തെ ഞാൻ ഭാരതത്തെ കുറിച്ചൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് അഭിനയിച്ചതാണ്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. അതെ തീർച്ചയായിട്ടും. അന്നൊക്കെ നമുക്ക് അന്നും അതിനുശേഷവും ഒക്കെ അദ്ദേഹത്തെ തേടിയെത്താത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പല പുരസ്കാരങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് ഇന്ന് കൊടുത്ത ഈ പുരസ്കാരം നിങ്ങൾ പറഞ്ഞു കാണും, മാതൃഭൂമിയിലും നിങ്ങളുടെ ന്യൂസ് ചാനലിലും അല്ലെങ്കിൽ പല രീതിയിലും പ്രകടിപ്പിച്ച എന്റെ ഒരു പ്രതിഷേധത്തിനും ഒക്കെ ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് ഈ വലിയൊരു അവാർഡ് മലയാളത്തിന്റെ മോഹൻലാലിന് കിട്ടിയതിൽ, നമ്മുടെ മോഹൻലാലിന് കിട്ടിയതിൽ, ലാലേട്ടന് കിട്ടിയതിൽ എന്നുള്ളതിൽ എന്റെ എല്ലാ പ്രതിഷേധങ്ങളും ഇതിൽ കെട്ടിറങ്ങി. ശരിക്കും വലിയൊരു വാർത്തയായിട്ട് തന്നെ ഞങ്ങൾക്ക് നൽകാമെന്ന് തോന്നുന്നു അല്ലേ. കാരണം ആ സമയം ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിഷേധവും അതിലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങി എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഒരു ജൂറി ആരായാലും അവരോട് ഹൃദയപൂർവ്വം ഞാനിത് നന്ദി അറിയിക്കുകയാണ്. ഇനി ആർക്ക് കൊടുക്കാൻ, അതാണ്. ശരിയാണ്. ഒരുപാട് നന്ദി ഉർവശി ചേച്ചി ഈ ഒരു അവസരത്തിൽ സംസാരിച്ചതിന്.